അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഈ വണ്ടിമേലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇത് കോട്ടയത്തേക്കാണ് ഇന്ന് പോകേണ്ടത്. അപ്പോൾ കണ്ടെയ്നറൊക്കെ അത് ഓപ്പൺ ടോപ്പ് കണ്ടെയ്നറാണ്. ഇത് കണ്ടെയ്നറിനും പ്രത്യേകതയുണ്ട്. മുകളിൽ പടുതാണ്, ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടേക്കണ ഒരു തരം കണ്ടെയ്നർ, മുകളിൽ ഇരുമ്പില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്റ്റഫിങ് കയറ്റിയേക്കണ കണ്ടെയ്നർ. അത് നമ്മുടെ റീഫ്കോ എന്ന് പറഞ്ഞൊരു യാർഡുണ്ട്. ആ യാർഡിൽ നിന്ന് കണ്ടെയ്നർ കയറ്റി വാഷ് ചെയ്ത് നേരെ കോട്ടയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ പണി എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു വണ്ടിയിൽ ഒരു ഓട്ടം പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വന്നിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയിൽ വന്നിറങ്ങിയതാണ്. വേറൊരു വണ്ടിയിൽ വന്നിറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഓണറിനെ കണ്ടത്. അപ്പോൾ പുള്ളിനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ച് അതുപോലെ ലീവ് ആൻസറിനെ വിളിക്കണോട്ടാന്ന് പറഞ്ഞു. അയാൾ അപ്പം തന്നെ ഒരു DO എനിക്ക് വാട്സാപ്പിൽ ഇട്ട് തന്നിട്ട് ഒരു കണ്ടെയ്നറുണ്ട് കയറ്റി വിട്ടു പറഞ്ഞു കോട്ടയത്തേക്ക്. പിന്നെ കോട്ടയം നമ്മൾ സ്ഥിരം പണി സ്ഥലമായതുകൊണ്ട് കോട്ടയം പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോട്ടയം പോർട്ടിൻ്റെ അകത്തേക്കാണ് നമുക്ക് ഈ ലോഡ് പോകേണ്ടത്. അപ്പോൾ അത് ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്ന പണിയാണ്. അപ്പോൾ എൻ്റെ കമ്പനി വണ്ടിക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ഇല്ലാത്തതുകൊണ്ട് ഞാനും ഇന്നത്തെ ഓട്ടോ എടുത്തില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഈ പണി സ്റ്റാർട്ട് ചെയ്തത്. ഇത് കോട്ടയം പോർട്ടിൻ്റെ അകത്തുനിന്ന് റബ്ബർ മാറ്റ് സ്റ്റഫിങ് ആണ്. അപ്പോൾ ഈ ഓപ്പൺ ടോപ്പ് കണ്ടെയ്നർ എന്തിനാണെന്നറിയില്ല. ഞങ്ങൾ സ്ഥിരം എടുക്കുന്നത് റബ്ബർ മാറ്റാണ്. അതിനൊന്നും ഓപ്പൺ ടോപ്പ് കണ്ടെയ്നറൊന്നും എടുക്കാറില്ല. അപ്പോൾ ഈ ഓപ്പൺ ടോപ്പ് കണ്ടെയ്നർ എന്തുകൊണ്ടാണ് എടുത്തതെന്ന് ഇപ്പോൾ നാളെ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് ചോദിക്കണം. എന്താ കാര്യം എന്ന് അറിയണമല്ലോ. അവിടുന്ന് കണ്ടെയ്നർ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ യാർഡിൽ നിന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, അത് വല്ലാർപാടത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുക്കേണ്ടതെന്നാണ് DO മേലെ എഴുതിയേക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ലൈനിലേക്ക് മെയിൻ സ്ഥലത്തേക്കൊക്കെ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് അപ്പോൾ വണ്ടി എടുത്തത്. മെയിലിൽ റീഫ്കോ യാർഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് സമാധാനമായി. എന്തോ അവൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കണ പോലെയാണ് അവർക്ക് ഈ കണ്ടെയ്നർ യാർഡിൽ നിന്ന് തരണതിന് ബുദ്ധിമുട്ട്. എങ്ങനെയൊക്കെ വെറുപ്പിക്കാം എന്ന് വിചാരിച്ച് നടക്കുകയാണ് ചില പിള്ളേർ. പണിയെടുക്കാൻ വന്നേക്കാണെങ്കിൽ അത് പണി മര്യാദയ്ക്ക് ചെയ്താൽ പോരെ. ഒരുമാതിരി അവസാനം അവൻ തന്നെ ചെയ്യേണ്ടിയും വരും. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ. എന്ത് പറയാൻ. സമയം 2 മണി. 2 മണിയായപ്പോൾ നമ്മൾ നേരെ കോട്ടയം പോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അകത്തേക്ക് കയറ്റണ്ട. കാരണം നാളെ ഒരു 10:30 ആകുമ്പോൾ സ്റ്റഫിങ് തുടങ്ങുള്ളൂ. 10:30-11 മണിയൊക്കെ ആവും തോന്നും. വെറുതെ ഇനിയിപ്പോൾ ആ സെക്യൂരിറ്റിയുടെ ഉറക്കം കളയണ്ടല്ലോ, അവിടെ കിടന്ന് തുടങ്ങട്ടെ. വേറെ ലോഡും വണ്ടിയൊക്കെ വരാനുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് അവർ വേണമെങ്കിൽ തുറന്ന് കയറട്ടെ. നമുക്ക് നാളെ രാവിലെ ഒരു 10:30 ആകുമ്പോൾ അകത്തേക്ക് കയറ്റിയാൽ മതി വണ്ടി. അപ്പോൾ വണ്ടി ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡ് സൈഡിൽ ഒതുക്കിയിടാൻ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ സ്പേസിൽ കണ്ട് നല്ല ശരിക്കായിട്ട് ഒതുക്കി വേണ്ടിയിട്ടുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമുക്ക് വണ്ടി കിടന്നുറങ്ങുമ്പോൾ കൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ മോർച്ചറിയാൻ
അഭയ മോർച്ചറി. അപ്പോൾ അവിടുത്തെ ആത്മാക്കളൊക്കെ കൂട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് വണ്ടിയൊന്നും ഇല്ല, തിരക്ക് ആരും ഇല്ലെന്ന് തോന്നുന്നില്ലല്ലോ. എല്ലാ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പൂട്ടിയൊക്കെ ഇട്ടിരിക്കുന്നത്. സാധാരണ വരുമ്പോൾ ഇവിടെ ആംബുലൻസ് ആരെങ്കിലുമൊക്കെ ഇട്ടൊക്കെ ഉണ്ടാവും. ആംബുലൻസിൻ്റെ അവിടെ പുറത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഇട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ആരുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ അവന്മാർ പറയുമ്പോൾ വണ്ടി എടുത്ത് അകത്തേക്ക് കയറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ലോഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. അപ്പോൾ ടൈം ആകുമ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്ന് കണ്ടെയ്നറൊക്കെ സർവ് ചെയ്തിട്ട് പോകും. പിന്നെ കയറ്റേണ്ട ലോഡിൻ്റെ ആ അളവും കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് അവർ സെറ്റാക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ട, ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഷീറ്റാണ് വരുന്നത്. അപ്പോൾ ഈ കമ്പിയൊക്കെ വളഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് ലീക്ക് ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അവർ കൺഫേം ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഞാനപ്പോൾ ഇന്നലെ വാഷ് ചെയ്തപ്പോൾ നോക്കിയായിരുന്നു, മുകളിൽ വെള്ളം അടിപ്പിച്ചിട്ട് നോക്കിയായിരുന്നു. വെള്ളം ലീക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് സാധാരണ നോർമൽ കണ്ടെയ്നറിനും വ്യത്യാസമുള്ളൊരു സാധനമാണ്. ക്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് കയറ്റേണ്ട ലോഡുകളൊക്കെയാണ് ഇതൊക്കെ എന്ന് തോന്നുന്നു. ഇതേപോലത്തെ മെഷീനറിയുടെ പാർട്സുകളൊക്കെയാണ് കയറ്റണത്. അതിനാണ് ആ ക്രെയിനും വന്ന് കിടക്കുന്ന സാധനം. ഇങ്ങനെ ഓരോ വണ്ടിയിൽ ഓരോ കഷ്ണം കൊണ്ടുവന്ന് ലോഡ് ചെയ്യണം. എന്നാവും തേക്കുന്നത് ഇതെല്ലാം കൂടി. വലിയ ലോഡ് കാണുകയല്ല. അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് ആ ലോറിയുടെ പുറകെ പോയിട്ടുണ്ട്. അതിപ്പോൾ താഴ്ത്തിറക്കി വെച്ചിട്ട് വേണമായിരിക്കും വണ്ടിയിലോട്ട് കയറ്റേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റിങ്ങിലാണ്. അവർ വിളിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോൾ വിളിക്കുമെന്ന് ദൈവത്തിനറിയാം. ചേട്ടൻ പിള്ളയും കൂടി അങ്ങോട്ട് പഠിപ്പതാണല്ലോ. രണ്ടുപേരും കൂടി പിന്നെയും തിരിച്ചിങ്ങോട്ട് വന്നു. എനിക്ക് തോന്നുന്നു ആ പറമ്പിൽ ഇറക്കി വെക്കാനായിരിക്കും വീട്. ഇനിയിപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ ഈ ടോപ്പിലെ ആ പീസ് മൊത്തം അഴിക്കണം. എന്നാലേ അത് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സൈഡിൽ ഇത് കോർത്തിട്ടിട്ട് അപ്പുറത്ത് കയറ് കെട്ടിയിട്ട് ഇങ്ങോട്ട് വലിച്ച് പടുത ഇപ്പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. വന്ന് ഇനി ക്രോസ് ബാറും കൂടി വരണം. ആ വീൽ സ്പാനർ അടക്കമുണ്ട്. മുകളിൽ നോക്കണ്ട. ഹെൽമെറ്റ് അടിക്കണം. മതി. നോട്ടെ, അത്ര വരെ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ഈ കമ്പികളെല്ലാം ഫുള്ള് ഊരിയെടുത്ത് അറ്റം വരെ. അപ്പോൾ ഇവിടത്തോളം ആ വലുത് ലോഡ് ചെയ്യണം. അത് മാത്രം ഒരു 8 ടണ്ണുണ്ട്, ആ സാധനം മാത്രം ഒരു 8 ടണ്ണുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പിയെല്ലാം ഇവിടുന്ന് ഊരി ഇതിപ്പോൾ ഒരു ലോറി പോലെ ആക്കിയിട്ടുണ്ട്, ഓപ്പൺ ലോറി പോലെ ആക്കിയിട്ടുണ്ട് എന്തായാലും കണ്ടെയ്നർ. ഇത് മാത്രം ഒരു 8 ടണ്ണുണ്ട്. അപ്പോൾ ഇത് ആദ്യം കയറ്റിയിട്ട് വേണം മറ്റേതൊക്കെ കയറ്റാനായിട്ട്. ഇടയ്ക്കേറില്ല.
അങ്ങനെ 8 റണ്ണുള്ള സാധനം ഏറ്റവും ഫ്രണ്ടിലും കയറ്റി ബാക്കിയുള്ളതൊക്കെ ബാക്കിലോട്ട്. അപ്പോൾ ഇവിടെ ഇത്രയും സ്പേസ് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടാണ് കയറ്റിയത്. മതി മതി. വിളിച്ചോടാ. അങ്ങനെ കമ്പിയൊക്കെ ഇട്ട് പായൊക്കെ റീസെറ്റ് ചെയ്ത് ഈ ഏറ്റവും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ഫ്രണ്ടിലത്തേക്ക് ഇട്ട് കറക്റ്റ് ചെയ്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വലിച്ചാണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടിയെല്ലാം തീരും. പിന്നെ ആ ലോഡിൻ്റെ മെയിൻ ആ കയറ്റിയേക്കണ സാധനം ആ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് ചരിയും, വല്ല പ്രശ്നം പറ്റും അത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ലോഡ് ടൈറ്റ് ചെയ്യണം ബെൽറ്റ് ഇട്ടിട്ട്. ലാസ്റ്റത്തെ പണി ഇനി ബെൽറ്റ് ആ പായയുടെ സൈഡിലുള്ള ക്രോസ് വയർ മൊത്തം ക്രോസ് ചെയ്യണം. എന്നിട്ട് വേണം ലെഫ്റ്റ് സൈഡിലത് ബ്ലോക്ക് ആകാനായിട്ട്. അതെന്നല്ലെങ്കിൽ ഇങ്ങോട്ട് പായ മടങ്ങിപ്പോരും. അത് മൊത്തം ബ്ലോക്ക് ചെയ്യണം. ഓക്കെ ആ മതി 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 മതി. അങ്ങനെ ലോഡിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടിയെടുത്ത് നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്ലീപ്പർ മേടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്നലെ വെളുപ്പിനെ 3 മണിയായപ്പോൾ ഇവിടെ വന്ന് കയറിയതാണ്. ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങണം. ലോഡിങ്ങൊക്കെ സിമ്പിളായിരുന്നു, പക്ഷേ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു ഈ സാധനം അഴിച്ച് കെട്ടാനായിട്ട്. അഴിക്കാതെ ലോഡ് ചെയ്യാൻ പറ്റാനില്ല, അതേപോലത്തെ ഒരു തരം ലോഡായിരുന്നു. കണ്ടപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ കോട്ടയം പോർട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പോന്ന് ഇപ്പോൾ ഇവിടെ തലവളപ്പറമ്പിൽ കൂടെ ചാവടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ സമയത്തിന് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 8 മണിയായപ്പോൾ തന്നെ ഇവിടെ എത്തി, 8:30 തന്നെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ലോഡിന് കൊണ്ട് ഇറക്കാൻ സിമ്പിളാണ്. ഒരു 10:30 മുമ്പായിട്ട് ലോഡ് വെള്ളറോഡ് എത്തിച്ച് ഇറക്കിയിട്ട് പരിപാടിയെല്ലാം തീർത്ത് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നേരെ വെള്ളാറോടത്ത് എത്തി. 10 മണിയായപ്പോൾ തന്നെ വെള്ളാറോടത്ത് എത്തിയതുകൊണ്ട്
ഇപ്പോൾ പേപ്പറൊക്കെ റെഡിയാക്കാൻ വേണ്ടി ആ ചക്കരം കൊണ്ട് പോയിട്ടുണ്ട്. പേപ്പറൊക്കെ റെഡിയാക്കി തരും. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് വണ്ടി ഇറക്കി പോവാം. നമ്മൾ വീട്ടിലെല്ലാം ഫ്രീ ആണ്. പണി കുറവാണെന്ന് തോന്നുന്നു. വണ്ടി പുറത്തോട്ടൊന്നും കുറവാണ്, അകത്തൊന്നും വണ്ടിയില്ല. വലിയ ഷോ ഉണ്ട് ചൊവ്വാഴ്ചയല്ലേ, ബുധനാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എല്ലാ വണ്ടി ഓട്ടം. നേരെ ഓഫീസിലോട്ട് കൊടുത്ത് അടുപ്പിച്ച് ബാറ്റിംഗ് മേടിച്ചോണ്ട് പോയാൽ നമുക്കിപ്പോൾ ഇറക്കാൻ കിട്ടിയ ഞങ്ങൾ 3A64 ഇപ്പോൾ 7170 3A64 നമുക്ക് ഇറക്കുന്നത്. അപ്പോൾ അവിടെ ഷിഫ്റ്റിങ്, കപ്പലിലേക്കുള്ള ഷിഫ്റ്റിങ്ങുകളൊക്കെ ഉണ്ട്. ഞാറിന് പെടും. വണ്ടി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അറിയില്ലെങ്കിൽ 64 കപ്പലിൽ അവർ ഉദ്ദേശിക്കുന്നത്ര കണ്ടെയ്നർ തീരാണ്ട് ആ ലൈനിൽ നിന്ന് ഈസി ഇങ്ങോട്ട് വരികയാണ്. അതുവരെ ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കും. അതിന് മതി. 11 മണിയാണ് പ്രതീക്ഷിച്ചത്. 10 മണിയായപ്പോൾ പരിപാടി 10 മണിയായപ്പോൾ എല്ലാവരും കൊടുത്തു. അപ്പോൾ നമ്മുടെ ലോക്കൊന്ന് നോക്കിയേക്കാം. എന്തായാലും ലോക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. ലോക്ക് കറക്റ്റ് ചെയ്തിട്ട് പോവാം. ഇങ്ങോട്ട് വന്ന വഴിക്കും ഈ ചെറിയ ചെറിയ കട്ടർ ഇടുമ്പോൾ നൈസായിട്ട് തിരിഞ്ഞു പോകും. അപ്പോൾ അവിടെ ലോക്ക് മാറ്റാനുള്ള സ്ഥലത്ത് വെച്ച് ലോക്ക് മാറ്റിയിട്ടും കാര്യമില്ല, അത് പിന്നെയും തിരിഞ്ഞു പോകും. അതെല്ലാം ഓക്കെ, ലോക്കെല്ലാം ഓക്കെ. ഇനിയിപ്പോൾ ലോഡിറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലോട്ടുള്ള ബ്രേക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ബ്രേക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ അത് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടെയ്നറൊക്കെ കഴിയുമ്പോൾ വണ്ടിക്ക് ലോഡ് ഇല്ലാത്ത സമയത്ത് ബാക്കിലെ ടയറൊക്കെ കയറി പിടിക്കും. അപ്പോൾ അത് ഓഫ് ചെയ്ത് തരണം. എന്തായാലും മിക്ക വണ്ടിക്കും ഉണ്ട്. ഇപ്പോൾ ത്രിപിൾ ആക്സിൽ മിക്ക വണ്ടിക്ക് ഇത് പിടിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് ടയർ റോട്ടിൽ തീരും കാലിക്ക് പോകുമ്പോൾ. ഇന്നിപ്പോൾ എന്തായാലും ടീസി ഇങ്ങോട്ട് വരണം. അപ്പോൾ അവിടുത്തെ പരിപാടി കഴിയാറായി തോന്നുന്നു. ഇനിയിപ്പോൾ ഒരു വണ്ടി ഇത് അവിടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആ വണ്ടിയും കൂടി എടുത്ത് ഇങ്ങോട്ട് ഭാഗത്തിന് അവിടുത്തെ പൈസയുടെ അവിടെ നിർത്തി വെച്ചിട്ട് നമുക്ക് വന്ന് ഇറക്കി തരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചാൽ അവർക്ക് ആ പണി അങ്ങോട്ട് കഴിഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയപ്പോൾ കണ്ടെയ്നർ കയറ്റി, ഇന്ന് രാത്രി 10 മണിയപ്പോൾ കണ്ടെയ്നർ ഇറക്കി. ഒരു കോട്ടയം പണി അങ്ങോട്ട് തീർന്നു.
വണ്ടിയും സേഫായിട്ട് ഇവിടെ ഒതുക്കി പണിയൊക്കെ തീർക്കും. ഇത് മറ്റേ പഴയ പട്ടി. എന്താണ്ടി ഇവ ചത്തില്ലേ ഇതുവരെ? ആരും കൊന്നില്ല ഇതിൻ്റെ? ഓക്കെ.